നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലിങ്ക്ഡിൻ പേജ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്നതാണ്. പലരും എന്നോട് നേരിട്ടും അതേപോലെ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലിങ്ക്ഡിൻ പേജ് ഉണ്ട്, പക്ഷേ അത് ത്രൂ നമുക്ക് യാതൊരു തരത്തിലുള്ള വർക്കോ ഫ്രീലാൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു SEO സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളുടെ ഒരു സർവീസ് അവർ ചൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ഇതൊക്കെ ക്ലിയർ കട്ടായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പേജ് ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്കിനി എങ്ങനെ നമ്മുടെ ഒരു ലിങ്ക്ഡിൻ പേജ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. അപ്പോൾ ഒരു യൂസർ നിങ്ങളുടെ ലിങ്ക്ഡിനിലേക്ക് വന്നാൽ ഫസ്റ്റ് കാണുന്നത് അവർ നമ്മുടെ ഈ ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഒരു യൂസർക്ക് ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു ഏരിയയാണ്. അപ്പം ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്കാണ്. അതേപോലെ തന്നെ നമുക്കൊരു ബാനറുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേര്, അങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ബാനറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പലരെയും കണ്ടൊരു മിസ്റ്റേക്കാണ്, പലരും അവരുടെ നെയിം ഈ ഒരു ബാനറിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ പേര് സെപ്പറേറ്റ് ഒരു ബാനറിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പേര് നമ്മളുടെ ഈ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പേര് സൂരജ് എന്നാണെങ്കിൽ ഞാൻ ആ സെക്ഷനിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ബാനറിലേക്ക് വരുമ്പോൾ ബാനറിൽ നമ്മളുടെ പേര് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളിപ്പം മെയിനായിട്ട് നമ്മൾ ബാനറിൽ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മുടെ ബാനറിൽ നമ്മൾ വ്യക്തമായും കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, മെയിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാനറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാനറിൻ്റെ ഒരു ടോണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് കളറിന് പകരമായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് കളേഴ്സ് കാര്യങ്ങൾ ഈ ഒരു ബാനറിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇപ്പം നമ്മളെ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്ഷേ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ മെയിൽ ഡീറ്റെയിൽസൊക്കെ പ്രോപ്പറായിട്ട് ഈ ബാനറിൽ സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ നമ്മുടെ ബാനർ സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നോക്കേണ്ട ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ പലരും കണ്ട ഒരു മിസ്റ്റേക്കാണ്, പലരും യൂസ് ചെയ്യുന്ന ഫോട്ടോസ് അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോസാണ് അവർ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് ഫോട്ടോസൊക്കെ ഇതിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയല്ല, അല്ലാതെ നമ്മളെ കറക്റ്റ് നമ്മുടെ ഫേസ് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ഫോട്ടോസ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട്, എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാതെ നമ്മുടെ ഫേസിലേക്ക് വരുന്ന രീതിയിലുള്ള ഫോട്ടോസ് ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഹെഡ്ലൈൻ സെക്ഷൻ. ഇപ്പോൾ പലരും ഇതിലും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ജസ്റ്റ് ജോബ് ടൈറ്റിൽ മാത്രം അതിൽ കൊടുക്കും. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു SEO അനലിസ്റ്റ് അല്ലെങ്കിൽ SEO എക്സ്പെർട്ട് ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ജോബ് ടൈറ്റിൽ മാത്രം അവിടെ കൊടുക്കും. വേറെ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും അതിൽ ആഡ് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോബ് ടൈറ്റിൽ മാത്രമല്ല അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ പ്രൈമറി കീവേഡും അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു SEO എക്സ്പേർട്ട് ആയിരിക്കും. അപ്പം നമ്മുടെ ജോബ് ടൈറ്റിന് പുറമേ ആയിട്ട് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇ-കൊമേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഇപ്പോൾ ഷോപ്പിഫൈ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പം ജസ്റ്റ് നിങ്ങൾ ജോബ് ടൈറ്റിൽ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ വരുന്നൊരു യൂസർ അവർക്ക് ചിലപ്പോൾ ഷോപ്പിഫൈ അല്ലെങ്കിൽ WooCommerce SEO ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു SEO എക്സ്പേർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു SEO അനലിസ്റ്റ് മാത്രമാണ്. നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഇപ്പം ഇതിലാണെന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയാസും നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ പ്രൈമറി കീവേഡ്സ് കാര്യങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ഹെഡ്ലൈനിൽ ഫ്രീലാൻസർ എന്നൊരു ടേം മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ SEO എക്സ്പെർട്ട് അല്ലെങ്കിൽ ഒരു വേർഡ്പ്രസ് ഡെവലപ്പർ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസർ എന്നൊരു ടേം മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ വരുന്നൊരു ക്ലയൻറ്റിനെ നിങ്ങളൊരു ഫ്രീലാൻസർ ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു സെക്ഷൻ്റെ ഒപ്റ്റിമൈസേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ ഇതിലേക്ക് പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്നതാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഒരു ആഡ് പ്രൊഫൈൽ സെക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കോറ്, റെക്കമെൻഡഡ്, അതേപോലെ അഡീഷണൽ. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സാണ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ കോർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ
ഇതിൽ നമുക്ക് കാണാൻ കഴിയുക ആഡ് എഡ്യൂക്കേഷൻ, ആഡ് പൊസിഷൻ, ആഡ് സർവീസ്, ആഡ് കരിയർ ബ്രേക്ക്, ആഡ് സ്കില്ല്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇതിൽ നമ്മൾ കൊടുക്കണം. നമ്മളങ്ങനെ നമ്മുടെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ ഇതേപോലെ ഒപ്റ്റിമൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലെ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.